ഒരു പരിധിവരെ സംഘർഷം നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെ പറയാം. കാരണം കുറെ കൂടി പോലീസ് സംഘത്തെ ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഈ സംഘർഷം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് കണ്ണൂർ ACP രത്നകുമാറിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള കൂടുതൽ പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ഈ കോളേജിന്റെ മുൻഭാഗത്ത് കാണാം. അതായത് അവിടെ SFIയുടെയും അതുപോലെ KSUവിൻ്റെയും ഒക്കെ ജില്ലാ നേതാക്കൾ പലയിടങ്ങളിലായി ഇങ്ങനെ വന്നു നിൽക്കുന്നുണ്ട്. SFIയുടെ ജില്ലാ പ്രസിഡന്റുണ്ട്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. ഒപ്പം ഫർഹാൻ മുണ്ടേരി യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടുണ്ട്. അവരൊക്കെ ഇവിടെ ഈ സ്ഥലത്തുണ്ട്. അതായത് അതിനിടയിൽ ഒരു SFI വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റു എന്നൊരു പരാതി ഉയർന്നിട്ടുണ്ട്. SFI വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ അല്പസമയം മുമ്പ് സഹപാഠികൾ ഒരു ഓട്ടോറിക്ഷയിൽ പുറത്തേക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ സംഘർഷങ്ങൾക്ക് തുടങ്ങുന്നത്, അതായത് സംഘർഷങ്ങളുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഏതാണ്ട് 12:15 KSUവിൻ്റെ ജില്ലാ നേതാക്കൾ ഇവിടേക്ക് എത്തുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അതുലും ഒപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയും കൂടി കോളേജിലെത്തുന്നു. ഇവിടെ ഒരല്പം വളരെ കുറച്ച് KSU പ്രവർത്തകർ മാത്രമേ ഉള്ളൂ. KSU പ്രവർത്തകർക്കൊപ്പം ഇവിടെ കൊടി കെട്ടുന്നു. ശേഷം ആ സംഘത്തിലുണ്ടായിരുന്ന അതിനൊപ്പം ഉണ്ടായിരുന്ന KSUവിൻ്റെ ഒരു വനിതാ നേതാവ് അവർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അല്ല, പറഞ്ഞോളൂ, നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. എന്താ വരൂ, എന്താ ഈ സംഘത്തെ ഇതിനൊപ്പം ഉണ്ടായിരുന്നല്ലോ? അതായത് വിദ്യാർത്ഥികള് ഇവരെ ഉൾപ്പെടെ നമ്മളെ പോലീസ് മാറ്റിയതിനു ശേഷമാണ് ഈ പറയുന്ന അതിനകത്തുള്ള KSUക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഓരോരുത്തരും തെരഞ്ഞു പിടിച്ചിട്ടാണ് SFIയുടെ നേതാക്കന്മാരെ. എന്തിനാണ് ഇപ്പൊ പുറത്തുനിന്ന് എന്തിനാണ് എന്താവശ്യം? നാളെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെയുള്ള വിഷയങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികളെ, ഇവിടെയുള്ള സാധാരണക്കാരായ വിദ്യാർത്ഥികളെ നിരന്തരമായിട്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ക്യാമ്പസിനകത്താണ് നിരന്തരമായിട്ട് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കണം. ഇവരെന്താണ് ഇവിടെ പഠിക്കുന്നവരാണോ? ഞങ്ങൾ അങ്ങനെ ഇതുവരെ കടന്നു ചെന്നിട്ടില്ല. കൃത്യമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോയ സമയത്താണ് പ്രിൻസിപ്പളിനെ കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു വരുന്നത്. പ്രിൻസിപ്പാളെ കാണുക എന്ന ലക്ഷ്യത്തോടെ വന്ന ഞങ്ങളെ തടയുകയാണ്. ഇവിടെ പോലീസ് ഉൾപ്പെടെ ഇവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ പ്രിൻസിപ്പാളെ കാണാൻ പോകുന്ന സമയത്ത് അത്തരത്തിൽ നീങ്ങുമ്പോഴാണ് നമ്മുടെ വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ അസഭ്യം പറയുകയും നിഷ്ഠൂരമായിട്ടാണ് ആക്രമിച്ചത്. ഇവിടെ നിന്നാൽ നിങ്ങൾ മനസ്സിലാവും. ഈ പറയുന്ന ആൾക്കാർ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ, ഇവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റിനെ അതിമാരകമായിട്ടാണ് ആക്രമിച്ചിട്ടുള്ളത്. റിബിനെ മിംസിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തില് ഒരു എന്താ പറയുക, മനുഷ്യത്വം മരവിച്ച ഒരു മനസ്സ് SFIക്കാരുടെ ഇടയിലേക്ക് ഇവിടെയുള്ള SFIയുടെ നേതൃത്വം ഇവിടെയുള്ള SFIക്കാരിലേക്ക് പകർന്നു കൊടുത്ത് അവരെ കൊണ്ട് ഇങ്ങനെയുള്ള എന്ത് അറക്കുന്ന കാര്യവും ചെയ്യാൻ വേണ്ടി കൂടെ പഠിക്കുന്ന കൂടെപ്പിറപ്പിനെയാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത്. ഞങ്ങളെ പോലീസ് വിടുന്നത് ഞങ്ങൾ ഇവിടെ സമാധാനത്തിന്റെ പാതയിൽ വന്ന ഞങ്ങളെ ഇവിടെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന SFIക്കാരെ ഞങ്ങളുടെ സഹപ്രവർത്തകനെ ഈ ക്യാമ്പസിനകത്തിട്ട് ആക്രമിക്കുന്നത്. ഇതിന് നിങ്ങൾ ഉൾപ്പെടെ സാക്ഷിയാണ്. മാധ്യമങ്ങളെ ഉൾപ്പെടെ ഇറക്കി വിട്ടു. പോലീസുകാർക്ക് നേരെ ഹെൽമെറ്റ് എറിഞ്ഞു. ഇതൊക്കെ ചെയ്തത് ഇവിടെയുള്ള SFIക്കാരാ. എന്നിട്ട് ഇവിടെ അഭിനയിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ പുറത്തിറങ്ങിയ ശേഷം SFIക്കാരെ ആരെ ആക്രമിച്ചത്? അവരെ എടുത്തുകൊണ്ട് പോകുന്ന നാടകമാണ്. ഇവരുടെ നേതാവ് ആർഷ പോലും തോറ്റുപോകും. അത്തരത്തിലുള്ള നാടകങ്ങൾ അവിടെ നടത്തുന്നത്. നിഷാദ്, ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 12:15 KSUവിന്റെ ജില്ലാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ക്യാമ്പസിലേക്ക് എത്തുന്നു. അവരവിടെ ഒരു കൊടി സ്ഥാപിക്കുന്നു. അതിനുശേഷം പോലീസ് അവരെ തടഞ്ഞിരുന്നു. പോലീസുമായി സംസാരിച്ച് പോലീസ് ഇപ്പോൾ വീണ്ടും ക്യാമ്പസിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. മർദ്ദിച്ചവരെ കസ്റ്റഡിയിലെടുക്കണം, മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണം എന്നൊരാവശ്യമായിരുന്നു പ്രധാനമായും KSU പ്രവർത്തകർ മുന്നോട്ട് വെച്ചിരുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ക്യാമ്പസിനുള്ളിലേക്ക് അവരുടെ പ്രിൻസിപ്പളിനെയും മറ്റും അനുമതി നേടി ക്യാമ്പസിനുള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഇവിടെ നിൽക്കുന്ന ഈ ഭാഗത്താണ്. ഇവിടെ നിന്നാണ് സംഘർഷം ആരംഭിച്ചു തുടങ്ങുന്നത്. ഇവിടെ ഒരു കൊടി സ്ഥാപിച്ചിരുന്നു. KSU സ്ഥാപിച്ച കൊടി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പിഴുതു മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കൊടി പിഴുതു മാറ്റിയ ആളെ KSU പ്രവർത്തകർ ഓടിച്ചിട്ട് പിടിച്ചു. തുടർന്നാണ് ഈ സംഘർഷം ഇങ്ങനെ രൂപപ്പെട്ടു തുടങ്ങുന്നത്. എന്തായാലും പോലീസിനെ SFI ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തടയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. Police
എന്തിനാ സാറേ പ്രിൻസിപ്പലിന്റെ മുറിയിലേക്ക് പോയിട്ടുണ്ട്. മറ്റുള്ള പോലീസുകാരെ ഇവിടെ പുറത്ത് നിർത്തിയതിനു ശേഷമാണ് അവര് കേസ് പ്രവർത്തകരാണ് ആദ്യം ആക്രമിച്ചത്, ആദ്യം മർദ്ദിച്ചത്. എന്താണ് അവർ പറയുന്നത്? എന്താണ് അവരുടെ നിലപാട്? ഒന്നിനുമില്ലാത്ത പിള്ളേരെ വെറുതെ അടിച്ചു പഠിക്കണം. ക്യാമ്പസിന് യൂണിഫോം ഇട്ട പിള്ളേരല്ലേ KFC-ക്കാർ തൊടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലല്ലോ. അടിച്ച് തല പൊളിക്കുക, എന്നിട്ട് പ്രിൻസിപ്പാളെ കാണാൻ വ്യാജേന ഉള്ളിൽ കയറുക. ക്യാമ്പസിനുള്ളിൽ കയറാനുള്ള അനുമതി ഒന്നും ഒരു പോലീസ് ആരും തന്നിട്ടില്ല ഇവിടെ. ഇപ്പം കൂടി ഒരുത്തനെ അടിച്ചാണ് അത് പോലീസ് ഇവിടെ കഴിഞ്ഞ കുറെ നാളുകളായി ഈ ക്യാമ്പസിനകത്ത് അക്രമമുണ്ടാക്കാൻ KSU-കാരും ABP-കാരും എല്ലാം സംഘടിതമായ ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഉണ്ടായ സംഭവം, അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം, അതിന്റെ തുടർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉണ്ടാകുന്നത് രാവിലെ തന്നെ KSU-കാര് എല്ലാ മാധ്യമ പ്രവർത്തകരും വിളിച്ചു പറഞ്ഞു. നിങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമ പ്രവർത്തകരെയും KSU-ന്റെ ജില്ലാ നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു. ഇന്നലെ KSU-കാര് ITL വരുന്നുണ്ട്, പ്രശ്നം ഉണ്ടാവും, നിങ്ങൾ കവർ ചെയ്യാൻ വേണ്ടി വരണം. അങ്ങനെയാണ് നിങ്ങൾ എത്തിയത്. വെൽ പ്ലാൻഡായി നേരത്തെ തീരുമാനിച്ച പ്രകാരം തിരക്ക് തയ്യാറാക്കി ഒരു സംഗതി ഇവിടെ ഉണ്ടാവുകയാണ്. അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഇവിടെ ആക്രമിക്കപ്പെട്ടത് SFI-കാരനാണ്. നിങ്ങൾ മുമ്പിൽ നേരത്തെ അല്ലേ നിങ്ങളുടെ ക്യാമറ മുന്നിലൂടെ വിദ്യാർത്ഥി കൊണ്ടുപോയത്, എടുത്തു കൊണ്ടുപോയത്, കുറച്ച് കൊണ്ടുപോയത്. ആക്രമിക്കപ്പെട്ട SFI പ്രവർത്തകരാണ്. പുറത്തുനിന്ന് ഒറ്റ കാര്യം, കഴിഞ്ഞ കുറെ ആഴ്ചകളായി പുറത്തുനിന്ന് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും KSU-നുമെല്ലാം ക്രിമിനലുകൾ ഈ ക്യാമ്പസിനകത്ത് കയറി അക്രമം ഉണ്ടാക്കാനും വേണ്ടി ഈ ക്യാമ്പസിന്റെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമാണിത്, അതിന് തുടർച്ചയാണിത്. നിങ്ങൾ അതിനെ അങ്ങനെ കാണണം. ഇവിടെ KS ജനാധിപത്യത്തെ കുറിച്ച് പറയുകയാണ്. ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ കേരളത്തിനകത്ത് KSU-ന് എന്ത് അവകാശമാണുള്ളത്? 12ഓളം സഖാക്കളെ ക്യാമ്പസിൽ കലാലയത്തിൽ കേരളത്തിനകത്ത് കുത്തിക്കൊലപ്പെടുത്തിയവരാണ് KSU-കാര്. എത്ര സഖാക്കൾ